ഇന്ത്യൻ മൈക്കിൾ ജാക്സൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ പ്രഭുദേവയ്ക്കൊപ്പം ഡാൻസ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാലോ, അതും ഒരു സിനിമയിൽ. ഇരുചെവികൾക്കും കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത മലയാളിയായ ഒരു ചെറുപ്പക്കാരനാണ് ഈ ഭാഗ്യം ലഭിച്ചത് എന്ന് പറഞ്ഞാൽ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയല്ലേ. റോഷന് സംസാരിക്കില്ല, അവർക്ക് ചെവിടെ വെക്കില്ല, പിന്നെ കാല് വയ്യ. ഇങ്ങനെ ഒരാൾ ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ പ്രഭുദേവയുടെ ഒരു ഡാൻസ് കളിച്ചിട്ടുള്ള ആളാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ഡാൻസ് ചെയ്യാന്നുള്ള എന്ന് ചിന്തിച്ച് നോക്കി. ആ അവസ്ഥയിൽ ഡാൻസ് ചെയ്യുന്ന വ്യക്തിയാണ്. പേഷ്യറ്റിൽ എന്തോ ഷൈനിങ് സ്റ്റാർ അവാർഡൊക്കെ കിട്ടിയ ആളാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമ്മൾ പൊക്കിക്കൊണ്ടുവരാം നമ്മുടെ നാട്ടിൽ. കാരണം എന്താ പറയുക, ഞാൻ ഇതുപോലത്തെ ആൾക്കാരൊക്കെ ബിഗ് ബോസിൽ വരണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പറഞ്ഞ ആളാണ്. കാരണം സംസാരിക്കാൻ പറ്റില്ല, എവിടെ വെക്കില്ല എന്ന് വെച്ചാൽ അവൻ ഇത്രയും പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ആൻറ്റി ക്രാഫ്റ്റുകളുടെ ആൾക്കാർ, അവർ കാല് വയ്യെങ്കിലും എന്നെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. ഓടുന്നവരുണ്ടാവും, ചാടുന്നവരുണ്ടാവും, ഗെയിംസ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ ബിഗ് ബോസ് ഏഷ്യത്തിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാം. കാരണം മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇത്. ലൈഫിൽ ഇവർക്കൊന്നും ചെയ്യില്ല എന്ന് തോന്നണ്ട, ഇവർ നമ്മുടെ അപ്പുറം ചെയ്യും. ഞാനവരോട് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു മഠമുണ്ട്, അതായത് ഈ സംസാരിക്കുന്ന ഡെഫിൻ്റെ പിള്ളേർ പഠിക്കുന്ന മഠം. അവിടെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കരാട്ടയും ഇതൊക്കെ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ പോകുമ്പോഴെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റൈൽ കാണിച്ചു കൊടുത്താൽ പിറ്റേ ആഴ്ച അവർ ചെയ്യണ ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്കൊരു ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യും അവർ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരായാലും മറ്റ് നമുക്ക് എന്തെങ്കിലും ഡിഫക്റ്റുള്ള ആൾക്കാരായാലും നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് കൈ പിടിച്ച് കയറ്റാം. അപ്പോൾ നമുക്കും ഈ മുകളിലുള്ള ആൾക്കാർ നമുക്ക് കൈ തരും. അതൊരു കർമ്മമാണ്, മനസ്സിലാക്കാം. പിന്നെ അമ്മയാണിത്. ഇവർ പ്രത്യേകിച്ച് മാഷന്മാർ അങ്ങനെയൊന്നുമില്ല അല്ലേ. എല്ലാവരുടെ അടുത്തും ആൾ ചോദിക്കും, പറയും ചെയ്യും. കേട്ടോ, ലവ് യു.